താൻ ലൈംഗികാതിക്രമത്തിന് ഇരയാണെന്ന് വെളിപ്പെടുത്തി നടി സാദിക തന്റെ അവസ്ഥ മറ്റൊരു കുട്ടിക്കും വരരുതെന്നും മക്കളെ മാതാപിതാക്കൾ സംരക്ഷിക്കണമെന്നും ഓർമ്മപ്പെടുത്തിയാണ് നടിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. ഞാനും ഇരയാണ്, കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയാം എന്നീ ഹാഷ്ടാഗോടെയാണ് നടിയുടെ കുറിപ്പ്. സമൂഹം എന്തു ചിന്തിക്കുമെന്നത് ഞാൻ കാര്യമാക്കുന്നില്ല. എന്താണോ ഇഷ്ടം അവർ അത് ചിന്തിക്കട്ടെ. സമൂഹം എന്തു കരുതും, ഇതെല്ലാം തുറന്നു പറയേണ്ടതുണ്ടോ എന്നീ ചോദ്യങ്ങൾ കൊണ്ട് എന്നെ നിശബ്ദയാക്കരുത്. ഞാനിപ്പോൾ കടന്നുപോകുന്ന സാഹചര്യത്തിലൂടെ ഭാവിയിൽ വേറൊരു കുട്ടിയും കടന്നു പോകരുതെന്ന ആഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെയും അവരുടെ ജീവിതത്തെയും ഭാവിയെയും സുരക്ഷിതമാക്കൂ. എനിക്ക് ആരുടെയും സഹതാപമോ ഉപദേശമോ വേണ്ട. ആ സമയം നിങ്ങൾ മക്കൾക്കൊപ്പം ചിലവഴിക്കൂ. അവരെ സാമൂഹിക പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തും, പ്രതികരിക്കാൻ പഠിപ്പിക്കും. സാദിക കുറിച്ചു. മാതാപിതാക്കൾക്കുള്ള മുന്നറിയിപ്പുകളുടെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് നടിയുടെ കുറിപ്പ്. നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല സന്ദേശം അയച്ചവർക്ക് സ്ക്രീൻഷോട്ട് സഹിതം നടി മറുപടി നൽകിയിരുന്നു. എന്നെ കൂടെ കിടക്കാൻ കിട്ടാനായി ആരും VKRനെ സപ്പോർട്ട് ചെയ്യുകയോ അതിനായി ശരത്തിനെ ആരും കോണ്ടാക്ട് ചെയ്യുകയോ വേണ്ട. ആത്മാർത്ഥതയോടെ സഹായങ്ങൾ ചെയ്യാനും ചാരിറ്റിയിൽ താല്പര്യമുള്ളവരും മാത്രം അതിന്റെ ഭാഗമായാൽ മതി. പെണ്ണിനെ കാണുമ്പോൾ കൺട്രോൾ പോകുന്ന ചേട്ടന്മാരും അനിയന്മാരും എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ പേജിലിരുന്ന് ബുദ്ധിമുട്ടട്ടെ എന്നും വിനീതമായി എല്ലാ മര്യാദയോടും കൂടി അറിയിക്കുന്നു. നിങ്ങളുടെയൊക്കെ അമ്മ പെങ്ങന്മാരൊക്കെ എങ്ങനെയാണോ പണിയെടുത്ത് ജീവിക്കുന്നത്, അതുപോലെ പണിയെടുത്താണ് ഞാനടക്കമുള്ള മറ്റു സ്ത്രീകളും ജീവിക്കുന്നത്. ചെയ്യുന്ന തൊഴിൽ അഭിനയമായതുകൊണ്ടും അവിടെ കഥാപാത്രങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്ത്രവും സ്വഭാവവും കണ്ട് അവളുടെ സ്വഭാവം ഇതുപോലെയാകുമെന്ന് കരുതി ഇത്തരം മെസ്സേജ് അയക്കുന്ന സദാചാരവാദികളോട് ഒന്നു മാത്രം പറയുന്നു: ഈ ചിരിക്കുന്ന മുഖത്തിന് പിറകിൽ വാളെടുക്കാൻ ധൈര്യമുള്ള ഒരു മനസ്സുമുണ്ട്. ഞാൻ പെണ്ണാണ്, പെണ്ണായി തന്നെ ജീവിക്കും, മരണം വരെ എന്നാണ് താരമെന്ന് കുറിച്ചത്. കുഞ്ഞായിരിക്കുമ്പോൾ താൻ നേരിട്ട പീഡനം പൊതുവേദിയിൽ തുറന്നു പറഞ്ഞ് ഇതിനെക്കുറിച്ച് അവബോധമുണ്ടാക്കിയ മറ്റൊരു താരമാണ് പാർവതി. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് എനിക്കത് സംഭവിച്ചത്. 17 വർഷമെടുത്തു അതൊരു ആക്രമണമായിരുന്നുവെന്ന് തിരിച്ചറിയാൻ. എനിക്കന്ന് 3-4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചോദിച്ചു വാങ്ങിയതല്ലത്, പക്ഷേ ഞാൻ ആക്രമിക്കപ്പെട്ടു. പിന്നീട് അതേക്കുറിച്ച് സംസാരിക്കാൻ വീണ്ടും ഒരു 12 വർഷം കൂടി സമയമെടുത്തു, പാർവതി പറഞ്ഞു. മലയാള സിനിമയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം തങ്ങൾ നേരിട്ട ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു പറഞ്ഞ് നിരവധി താരങ്ങളാണ് രംഗത്തെത്തിയത്. മീടു മൂവ്മെന്റ് പോലുള്ള സാമൂഹിക ഇടപെടലുകളും ഇതിനേറെ സഹായകരമായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.